ഓക്കെ, പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിന്റെ. അവിടെ നമ്മൾ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാലന്റെ ലോകം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ഡിഫിക്കൽട്ടി നോർമലാണ് കൊടുക്കുന്നത്. പിന്നെ സീഡ് ഞാനൊന്നും കൊടുക്കുന്നില്ല, റാൻഡം സീഡ് വരട്ടെ. ഏതോ കല്ലുമലയിലാണ് നമ്മൾ സ്പോണായിരിക്കുന്നത്. ഇതാണ് ഞാൻ കണ്ടത് വെച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ മല. നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് സവാന ബയോം ഉണ്ട് അവിടെ. താഴെ ഇറങ്ങി ആദ്യത്തെ മരം മുറിക്കാൻ പോവാണ്. ആദ്യത്തെ മരം നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട്. ആ മരത്തിൽ അവസാന പീസ് ഇങ്ങ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച് ആദ്യത്തെ ടൂൾസ് ഉണ്ടാക്കാം. സ്റ്റിക്ക്, പിക്കാക്സ്, ആക്സ്, പിന്നെ ഒരു ശവലും ഇരിക്കട്ടെ. വുഡ് വെച്ചുള്ള തൽക്കാലത്തേക്ക് ടൂൾസ് ഇപ്പൊ അത് മതി. ആദ്യത്തെ കോബിൾ സ്റ്റോൺ ലേശം ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ കുറച്ച് ഐഡിയാസ് ഒക്കെ എന്നെ മൈൻഡിൽ വരുന്നുണ്ട്. നമുക്ക് മെല്ലെ പണിതെടുക്കാം. ഇവിടെ തന്നെ കുറെ അയൺ ഉണ്ട്. ആദ്യത്തെ സ്റ്റോൺ പിക്കാക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് അയൺ മൈൻ ചെയ്യട്ടെ. അയൺ മൈൻ ചെയ്യുമ്പോഴാണ് ഞാൻ ഇയാളെ കണ്ടത്. ഇവിടെ സ്റ്റോൺ പിക്കാക്സ് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അയൺ പിക്കാക്സ് ആയിട്ട് ഞാൻ വന്നെടുക്കാം. ഇവിടെ ഇത് വെച്ചൊരു മാർക്കും കൊടുക്കാം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ജംഗിൾ ബയോമും ഉണ്ട് സവാനന്റെ കൂടെ. ഇതേ അവിടെ 3 ആടുണ്ട്. അത് 3 ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ എന്റെ സീഡ് വേണ്ടവർക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അങ്ങനെ ബെഡ് ഉണ്ടാക്കി. അടുത്ത എമറാൾഡും കിട്ടി. ഈ വേൾഡിൽ ആദ്യത്തെ നൈറ്റ്, രണ്ടാമത്തെ ദിവസം. അങ്ങനെ ഇവിടുന്ന് മാത്രം മൈൻ ചെയ്ത് ഒരു സ്റ്റാക്ക് അയണാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അയൺ ഫർണസിലോട്ട് വെച്ചു. പിന്നെ എന്റെ സ്കിന്ന് കാണാത്തത് പുതിയ വെർഷൻ ആയതുകൊണ്ട് ഒപ്റ്റിഫൈൻ ഇറങ്ങിയിട്ടില്ല. ഒപ്റ്റിഫൈൻ ഇറങ്ങുമ്പോഴേ സ്കിന്ന് കാണുള്ളൂ. പിന്നെ നോർമൽ 1.20 1.10 കളിക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ള അയൺ വെച്ച് ഇപ്പോൾ പറ്റുന്നത്ര ആർമർ ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഹെൽമെറ്റ് കിട്ടി. ബൂട്ട്. ഇനി 2 അയണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലെഗിൻസ് ഉണ്ടാക്കാം. അപ്പൊ 2 അയൺ കിട്ടുമോ നോക്കാം. ഓക്കെ, ലെഗിൻസും ഉണ്ടാക്കി. ഇപ്പോൾ എന്റെ പ്ലാനിൽ ഇവിടെയാണ് ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്ഥലത്ത് ബേസ് ഉണ്ടാക്കാനുള്ള പണി നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനിടയ്ക്ക് ഒരു പണി കിട്ടി. റെക്കോർഡർ പകുതി വെച്ച് ഓഫായി പോയി. അതുകൊണ്ട് അയൺ ആർമർ ഫുൾ ഇടുന്ന കാണിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ബേസിന്റെ പ്ലാൻ പറഞ്ഞുതരാം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ ഒക്കെ പൊട്ടിച്ച് പ്ലെയിൻ ആക്കി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഇഷ്ടംപോലെ അയൺ ഉണ്ട്. ഇവിടെ കുറച്ചുണ്ട്. അതേപോലെ താഴെയും കുറേ ഉണ്ട് കേട്ടോ അയൺ. അപ്പോൾ അയണിന്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അയൺ എന്തായാലും ഇവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റോണൊക്കെ മാറ്റിയിട്ട് ഇവിടെ കുറച്ച് പ്ലെയിൻ ആക്കട്ടെ. നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അയൺ ടൂൾസ് ഉണ്ടാക്കാനുള്ള അയൺ ആയിട്ടുണ്ട്. പിക്കാക്സ്, ആക്സ്, ഷവൽ, പിന്നെ ഒരു സോഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ടൂൾസ് ഫുൾ സെറ്റായി. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് അയൺ ടൂൾസ്, അയൺ ആർമർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹോ ഉണ്ടാക്കിയിട്ടില്ല അയണിന്റെ. അത് പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അയണിന്റെ ഒന്നും ആവശ്യമില്ല. ഹോ ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കണം. ഞാൻ എന്തായാലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി റിസോഴ്സ് കളക്ട് ചെയ്യണം. മെയിനായിട്ട് അക്കേഷ്യ വുഡും പിന്നെ കോബിൾ സ്റ്റോൺ ഒക്കെയാണ് വേണ്ടത്. ബ്രിക്ക്. മരം മുറിക്കുമ്പോഴാണ് ഇവനെ കണ്ട. ഇവന്റെ കൂട്ടുകാരും അവിടെ താഴെ ഉണ്ട്. എല്ലില്ല, അല്ലെങ്കിൽ നമുക്ക് കണക്കായിരുന്നില്ല. വില്ലേജേഴ്സിനെ കണ്ടുപിടിക്കണം. അത് ഇച്ചിരി പാടാണ്. ഇവിടെ അടുത്ത് എവിടെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ദേ സോംബി. അവനൊക്കെ ഒന്ന് അച്ചീവ്മെന്റും കിട്ടി. ആ എമറാൾഡ് പൊട്ടിക്കാൻ പറ്റുമോ അയൺ പിക്കാക്സ് വെച്ച്? ഓക്കെ, ഇത് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയൺ പിക്കാക്സ് വെച്ച് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ബേസിന്റെ അടുത്തുള്ള നമുക്ക് പൊട്ടിച്ചെടുക്കണം. അടുത്ത എമറാൾഡ്. ഇപ്പൊ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെസ്റ്റിലോട്ട് വെക്കുന്നുണ്ട്. ബ്രിക്ക് ഉണ്ടാക്കാൻ കുറച്ചധികം കോബിൾ സ്റ്റോൺ വേണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. ഇനിയും വുഡിന്റെ ആവശ്യമുണ്ട്. ഞാനിതിപ്പോഴും ശ്രദ്ധിച്ച വലിയൊരു മല നമ്മുടെ മലേനെക്കാളും വലുതാന്ന് തോന്നുന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായത്, ഞാൻ മരം മുറിച്ചിട്ട് കയറിയതോ വേറെ ഏതോ മലയിലാണ്. കുറച്ചധികം നേരെ ഞാൻ ഇവിടെ കിടന്ന് തപ്പുന്നു. ഇതുവരെ കിട്ടിയില്ല. ഞാൻ അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ഇവിടെ പെടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു വില്ലേജോ ആർമഡിലോനും കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ബേസിന്റെ കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചില്ല. ഇതിന്റെങ്കിലും കോർഡിനേറ്റ്സ് എടുത്ത് നോക്കട്ടെ. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്റെ ബേസ് തപ്പലാണ് മെയിൻ പരിപാടി. പഠിച്ച പണി 18 നോക്കി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ചാവാൻ പോവാ. എന്നിട്ട് അവിടെ റീസ്പോൺ ആവും. ഞാൻ കോർഡിനേറ്റ്സ് നോക്കിച്ചിട്ടുണ്ട്. ഓക്കെ, ചത്തിട്ടുണ്ട്. എൻ്റെ ബേസ് ഇപ്പോഴൊരു സമാധാനമായി. ഇനിയിപ്പോൾ വേഗം അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കണം. ഞാനിവിടെ എത്തിയ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് ബേസിലോട്ട് പോകണം. അതിപ്പോൾ കോർഡിനേറ്റ്സ് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ബേസിൽ വന്നവളും കിടന്നുറങ്ങി രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ല. അവിടെ ഒരു ക്രീപ്പർ ഇരിക്കുന്നുണ്ട്. അവൻ കാണാണ്ടെന്ന് വിചാരില്ല, അവൻ വരുന്നു. ചാവട. ഇപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച്, ഞാൻ ബേസ് പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനോട് ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അതും ഞാൻ പറഞ്ഞുതരാം. ഒരു ടവർ ഉണ്ടാക്കാൻ പോവുക. അതാകുമ്പോൾ ദൂരെ നോക്കിയാലും നമുക്ക് കാണാം ടവർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെയാണ് ബേസ് ഉള്ളത്.
ഒരു സ്റ്റോൺ കട്ടറിങ് എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് സ്റ്റോണായ കോബിൾ സ്റ്റോൺ മൊത്തം ബ്രിക്കും ആക്കി. ഇവിടെ നിന്ന് കുറച്ച് ക്ലിയർ ആണ്. ഇവിടെയൊക്കെ മുകളിലോട്ടായിട്ടാണ് ഞാൻ ടവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഡേർട്ട് കൊണ്ട് തന്നിടാം. ഡേർട്ട് എടുക്കാൻ വന്നപ്പോഴാണ് അവിടെ ഒരു കൊടി കണ്ട്. അപ്പോഴേ മനസ്സിലായി പില്ലേജറാണ്. ഓക്കെ, പോയി അടിക്കാം. വട്ടത്തിലിട്ട് അടിക്കോട്ടെ എന്നോടിട്ട്. ഓക്കെ, ഒരുത്തൻ ചത്ത്. കൂടിയിട്ടവനെ നോക്കി ചാവിടെ. അവന്റെ കൂടി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലും വെച്ച്. അത്രേ ഉള്ളൂ. എന്റെ ധീരത കണ്ട് ഇനിയിപ്പോ ഒരുത്തനും ഇങ്ങോട്ട് വരില്ല. കൊടിയുണ്ട് അവിടെ. 2 സ്റ്റാക്ക് ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസൈൻ ചെയ്ത് വെക്കാം. ഞാനൊന്ന് കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ വെച്ച് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള പോലെ ഇവിടെ നിന്ന് പണിയട്ടെ. അതങ്ങനെ കഴിഞ്ഞു. ഓട്ടോ ജനറേറ്റ് ആയ പോലെ ഉണ്ട്. അപ്പൊ അത് വിട്. ഞാൻ എന്തായാലും ഇപ്പൊ ഉള്ള റിസോഴ്സ് വെച്ച് ബിൽഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബിൽഡ് ചെയ്യാം. ആദ്യം ഒരു 6 ആയിട്ടുള്ളൊരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്യുന്ന പോലെ. അതിൻ്റെ സ്റ്റോൺ ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ സ്റ്റോൺ ബ്രിക്ക് വെച്ച് പോവാം. എന്നിട്ട് ഇതിൻ്റെ 4 ബ്ലോക്ക് ഹൈറ്റിൽ പണിയണം. അതേപോലെ ചുറ്റാക്കി കൊടുക്കുക. അതിൻ്റെ കുറച്ച് സ്റ്റോൺ ബ്രിക്ക് സ്ലാബ് എടുക്കുക. അതിന് മുമ്പ് നമുക്ക് എൻട്രൻസ് ഉണ്ടാക്കി എടുക്കണം. അതിന് 4 ബ്ലോക്ക് വിളിക്കുക. അതിൻ്റെ 3 ബ്ലോക്ക് ഹൈറ്റിലും വിളിക്കുക. 4 2 പറഞ്ഞപ്പോൾ തെറ്റിയതാ. പിന്നെ 2 സ്റ്റയർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അയ്യോ, അങ്ങനെയില്ല, ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് എടുത്ത് പൊട്ടിച്ചിട്ട് അവിടെ സ്ലാബ് വെക്കുക. ഇതേപോലെ 4 സൈഡും അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു പഴയ ബിൽഡിങ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനി കോർണറിൽ മുകളിലോട്ട് 10 ബ്ലോക്ക് പോവുക. അതേപോലെ 4 സൈഡിലും ചെയ്യണം. പിന്നെ നമ്മുടെ എൻട്രൻസിൽ 2 ഫെൻസ് ഗേറ്റും കൂടി വെക്കുക. ഇപ്പൊ തന്നെ കാണാൻ കൊള്ളാം. ഇനി പ്ലാങ്ക് മൊത്തം ഞാൻ വെക്കുന്ന പോലെ തന്നെ മുകളിലോട്ടായിട്ട് വെക്കുക. ഇങ്ങനെ ടോപ്പ് വരെ എല്ലാ സൈഡിൽ നിന്ന് കൊണ്ടുവരണം. ഇതിൻ്റെ ഇടക്ക് വെച്ച് ഞാൻ പോയി ചത്ത്. ഫുഡൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ചത്തിട്ട് തന്നെ ഹങ്കറിനെ ഫുള്ളാക്കി. ഇനി റൂഫിംഗ് ആണ് പണി. ഞാൻ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് റെഡി ആയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി റെഡിയാക്കണം. റീപ്ലേ മോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. എനിക്ക് ടൈം ലാപ്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. റൂഫ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയാണ് കറക്റ്റ് റൂഫ് വേണ്ടി ടവറിന്. ഫുഡാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ ഒന്നും ഒരൊറ്റ മൃഗമില്ല. ഞാൻ താഴെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടിയ പോർക്ക് ഷോപ്പ് എടുത്ത് ഞാൻ ഫർണിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ടവറിന്റെ ബാക്കി പണി ചെയ്യാം. ഫ്രണ്ടിൽ ഇങ്ങനെ കവറാവുന്ന പോലെ പ്ലാങ്ക് വെച്ച് കൊടുക്കുക. മൊത്തത്തിൽ വെക്കണം. അവിടെ ഇങ്ങനെ കാണരുത്. എന്നിട്ട് റൂഫിന്റെ സൈഡ് മൊത്തം സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് പുറകു വരെ കൊണ്ടുപോകാം. സ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ റൂഫ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മണ്ടയിൽ കയറിയിട്ട് ഞാൻ വെക്കുന്ന പോലെ നമ്മുടെ അക്കേഷ്യന്റെ ലോഗ് എടുത്ത് ഇങ്ങനെ വെക്കുക. അതിന് സ്ട്രിപ്പ് ചെയ്യണം. വെറുതെ വെച്ചാൽ രസം ഉണ്ടാവില്ല. സ്ട്രിപ്പ് ചെയ്യുക. സ്റ്റേഴ്സ് വേണ്ട സ്ഥലത്ത് സ്റ്റേഴ്സ്, ബ്ലോക്ക് വേണ്ടിടത്ത് നമ്മുടെ അക്കേഷ്യന്റെ ലോഗ്. അങ്ങനെ റൂഫ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇനി 2 ലാൻഡിന് എടുത്തിട്ട് ഇതേ ഒന്ന് ഇവിടെയും മറ്റേത് ഇവിടെയും ഇതേപോലെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തു. ബാൽക്കണി പിന്നെ ഞാൻ കാണിക്കാതെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലത്തെ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ കൊടുക്കുക. പിന്നെ ഇതേപോലെ സ്റ്റെപ്പ് കൊടുക്കുക ബാൽക്കണിയിലോട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്ലോർ പോലെ ചെറിയ 2-3 ബ്ലോക്കും വെക്കുക. പിന്നെ ഫ്ലോർ ഈ സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ട് ഫ്ലോറും ഉണ്ടാക്കുക. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. ഇനി ഇവിടെ നിന്ന് വിശാലമായി പുറത്തോട്ട് നോക്കാം. അങ്ങനെ ടവറിന്റെ പണിയും കഴിഞ്ഞു. ബേസ് ഉണ്ടാക്കാൻ വെച്ച സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ടവർ ഉണ്ടാക്കിയത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് ബേസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്തായാലും ഞാൻ ഈ സ്ഥലത്ത് നിന്നൊക്കെ ഇറങ്ങി കുറച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. സ്പ്രൂസ് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ നോക്കുമ്പോൾ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുക എവിടെയാണ് ബേസ് എന്ന്. ടവറിലുണ്ട്. നമുക്ക് പിന്നെ ആ വില്ലേജിലൊന്ന് പോകണം. ഫുഡിനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.